സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തെന്നിന്ത്യൻ സിനിമയിൽ ഇന്ന് പരസ്യ കമ്പനികൾ ഏറ്റവും കൂടുതൽ വലവീശുന്ന താരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. താരമൂല്യമുള്ള പല തെന്നിന്ത്യൻ അന്യഭാഷാ സൂപ്പർ താരങ്ങളെയും പിന്നിലാക്കിയായിരുന്നു ദുൽഖർ ഒരു പ്രമുഖ വസ്ത്രനിർമ്മാണ കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിച്ചത്. ആരാധക വൃന്ദത്തിനും താരമൂല്യത്തിനും അപ്പുറം ദുൽഖറിൻ്റെ ലുക്ക് തന്നെയായിരുന്നു ഈ അവസരം നേടിക്കൊടുത്തത്. മറ്റ് മലയാള നടന്മാരെ പോലെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രം തൃപ്തി നൽകുന്ന സൗന്ദര്യവും ശരീരഭാഷയും അല്ല ദുൽഖറിൻ്റേത്. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഇമേജുള്ള പല കമ്പനികളിലെയും പരസ്യത്തിൽ ദുൽഖർ അഭിനയിക്കാൻ കാരണവും അതുതന്നെ. ദുൽഖർ സൽമാനെ ജിയോനി മൊബൈൽ കമ്പനിയുടെ കേരള ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തിരുന്നു. ജിയോണിയുമായി കരാറിൽ ഏർപ്പെട്ട മറ്റ് താരങ്ങൾ ആരൊക്കെയെന്നറിഞ്ഞാൽ ഞെട്ടും. വിരാട് കോഹ്ലി, ആലിയ ഭട്ട്, ദിൽജിത്ത് സിംഗ് എന്നിവരാണ് ജിയോണിയുമായി ഇതിനു മുമ്പേ കരാർ ഒപ്പിട്ട താരങ്ങൾ. ദുൽഖറിന് പുറമെ തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് ജിയോണി ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കുന്ന മറ്റൊരു താരമാണ് ബാഹുബലി നായകൻ പ്രഭാസ്. പക്ഷേ പ്രഭാസിൻ്റെ രീതി നമുക്കറിയാം. ബാഹുബലി ചിത്രീകരണ സമയത്ത് പല കമ്പനികളുടെ പരസ്യത്തിനായി കോടികളുടെ ഓഫർ വന്നിട്ടും അതെല്ലാം നിരസിച്ച താരമാണ് പ്രഭാസ്. എന്നാൽ അതേ പ്രഭാസ് ഇപ്പോൾ ജിയോണിയുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. നിലവിൽ പ്രഭാസും ദുൽഖറും മാത്രമാണ് തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും ജിയോണിയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കരുത്തേറിയ ബാറ്ററി, മികച്ച സെൽഫി എന്ന ആശയം പ്രചരിപ്പിക്കാൻ ഉതകുന്ന താരമാണ് പ്രഭാസ് എന്ന് കമ്പനി വിലയിരുത്തുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്